ഇത്രയും നാളും ഇല്ലാത്ത പോലെ അവർ ഈ വീട്ടിൽ ഡി കെ എതിർത്ത് സംസാരിക്കണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ ചേട്ടാ? അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ അവരിങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുവരെ നിങ്ങളുടെ ദയ കൊണ്ട് ജീവിച്ചവരായിരുന്നു അവരെല്ലാം. പക്ഷെ ഇപ്പൊ ആ തോന്നല് മാറി. നിങ്ങൾ നൽകിയതൊന്നും നിങ്ങളുടെ ദയയല്ല, അത് അവരുടെ അവകാശമാണെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞോ? അവകാശം ചോദിക്കാൻ അവർ അത്രയ്ക്കും വളർന്നോ? അവരാരാണെന്ന് അവർക്കറിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യും? അവർക്ക് ഈ വീട്ടിൽ അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? അവരുടെ അമ്മയ്ക്കും കൂടി അവകാശമുള്ള വീടായത്. ആ അവകാശം അവർക്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? ആ, അതാണ് വിഷം കുത്തിവെച്ചവന്റെ തന്ത്രം. അവകാശം ദാനമായിട്ട് വാങ്ങുന്നതിനേക്കാൾ അത് അവകാശമായി ചോദിച്ചു വാങ്ങുന്നതായിരിക്കും അവർക്ക് താല്പര്യം. എന്തൊക്കെയാ മോനെ കേൾക്കുന്നത്? ഇത്രയും കാലം നീ അവർക്ക് കൊടുത്ത സ്നേഹമൊക്കെ വെറുതെയായോ? അവർക്കിതുവരെ നിന്നെ മനസ്സിലായില്ലല്ലോടാ മോനെ. അവരുടെ അമ്മയ്ക്കും കൂടി ഈ വീടിന് അവകാശമുണ്ട്. പക്ഷെ അവരുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് പോയ കാലത്ത് എന്തായിരുന്നു നമ്മുടെയൊക്കെ അവസ്ഥ? കഷ്ടപ്പാട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നീ കാണുന്നതെല്ലാം നീ ഉണ്ടാക്കിയതല്ലേടാ. അതിന് അവർക്ക് എന്താ അവകാശം? ഒരവകാശവാദവും ആർക്കും പറയാൻ പറ്റില്ല. നിന്റെ ദയ തന്നെയാ അവർ ഇതുവരെ അനുഭവിച്ചതല്ല ഇപ്പൊ അനുഭവിക്കുന്നതും. നിന്റെ കാരുണ്യല്ലേടാ. എന്നിട്ടാണോടാ അവര്? സാരമില്ലമ്മേ, ഇത് എന്റെ തോൽവിയാ. കൊടുക്കുന്ന സ്നേഹത്തിന് കണക്ക് നോക്കാൻ ഞാൻ മറന്നുപോയി. തോൽപ്പിക്കട്ടെ, എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കട്ടെ. എനിക്കിങ്ങനെ പട്ടിണി ഇരിക്കാൻ പറ്റില്ല. ബാലു, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ആഹാരത്തിനോട് ശത്രുത കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇത്രയും പേർക്ക് ഇവിടെ ആഹാരം കഴിക്കാതിരിക്കാമെങ്കിൽ പിന്നെ നിനക്ക് മാത്രം എന്താ പ്രശ്നം? വിശപ്പല്ല ബാലു അവളുടെ പ്രശ്നം, ജ്യോതിയോടുള്ള സോഫ്റ്റ് കോർണറാ. സ്വന്തം അമ്മായിയമ്മ വന്ന് ഉണ്ണാൻ വിളിച്ചിട്ട് പോയതല്ലേ. ചെന്നില്ലെങ്കി അമ്മായിയമ്മ പരിഭവിച്ചാലോ? എന്ത് വന്നാലും ഇന്ന് നമ്മൾ ആരും ആഹാരം കഴിക്കരുത്. അതെ, നമ്മൾ ആരും ആഹാരം കഴിച്ചില്ലെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ബാലു? സ്വന്തം ഭർത്താവ് പറയുന്നതിന് ഒരു വിലയുമില്ല. ജ്യോതി പറയുന്നതിന് മാത്രമല്ലേ അവളിപ്പോ വില കൽപ്പിക്കുന്നുള്ളൂ. ആ സൂര്യ ഒരുത്തി കാരണോ അവളിപ്പോ നമ്മളെ എതിർത്തു തുടങ്ങിയത്. മുൻപൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതിനൊപ്പം നിന്നവളാ. ഇപ്പൊ അവൾക്ക് വെളിപാട് കിട്ടി പോലും. ചിത്ര ഇങ്ങനെ കൂടെ നിന്ന് കാലിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ബാലു, ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. നമ്മള് ഒരുമിച്ച് നിന്നേ പറ്റൂ. നീ ചിത്രയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഡി കെ എതിർക്കാനോ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത്. നീയെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. എന്നെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതെ, വെറുതെ അല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഗോകുലേട്ടൻ എന്റെ ഏട്ടനോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടാ എസ് കെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നീ എന്തിനാ ഇങ്ങനെ ജ്യോതിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ആരും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാ കഴിക്കുന്നില്ല. അതെ, നിങ്ങൾ പറയുന്നതിനൊപ്പം താളം തുള്ളാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് കൂടെ പട്ടിണി നിൽക്കാൻ എന്നെ കിട്ടില്ല. ദേ ബാലു, ഞാൻ നിങ്ങളുടെ ഒന്നും ഒരു കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല. മുൻപ് ഇവരോടൊപ്പം ഞാൻ പല കാര്യത്തിനും കൂട്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തെറ്റായിരുന്നു എന്ന് തന്നെയാ ഇപ്പൊ എന്റെ വിശ്വാസം. ഇതിന്റെ പേരിൽ ബാലു എന്നോട് വഴക്കുകൂടാൻ വന്ന ഞാൻ ഡി കെയോട് പറഞ്ഞു കൊടുക്കും.
ഞങ്ങളെയൊക്കെ ആഹാരം കഴിപ്പിക്കണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ആരും കഴിച്ചില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല. ഞങ്ങൾ ആരും അത്താഴം കഴിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാ. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അത് നമ്മളെ എല്ലാവരെയും കൂടി ബാധിക്കുന്ന കാര്യമാ. അതിനൊരു പരിഹാരം ഉണ്ടാവുന്നത് വരെ നമുക്ക് ഈ സമരം തുടർന്നേ പറ്റൂ. അതെ, എന്തിനാ പ്രശ്നം ഉണ്ടായത്? ആരാ അതിന് കാരണക്കാര്? ഗോകുലേട്ടൻ എന്തിനാ എന്റെ ഏട്ടനെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. പിന്നെ ഗോകുലേട്ടൻ എന്റെ ഏട്ടനെ വെറുതെ വിളിച്ചാണോ? അതെ, നിങ്ങളൊക്കെ എന്ത് ന്യായീകരിച്ചാലും ഈ പാളയത്തിൽ പടക്കി ഞാൻ കൂട്ടു നിൽക്കില്ല. ഇവൾക്ക് ഇതെന്താ പറ്റിയേ? എടാ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു പരിധിക്കപ്പുറം എനിക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം സഹോദരനെ പോലും അവളിപ്പോ ശത്രുവായിട്ടാ കാണുന്നേ. അതിനേക്കാളും വലുതാണോ ഭർത്താവ്? എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. അവൾക്ക് വേണമെങ്കിൽ പോയി കഴിക്കട്ടെ. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ നമ്മൾ ആരും കഴിക്കില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോ. വിശപ്പിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും. ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാ ഈ വീട്ടിലിപ്പോ നടക്കുന്നത്. അതെല്ലാം നീ വന്ന് കേറിയതിനു ശേഷമാ സംഭവിച്ചത്. അങ്ങനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹിറ്റ്ലറെ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കും. നീ എന്താ എന്നെ കുറ്റപ്പെടുത്തുവാണോ? സത്യം പറയുമ്പോ കുറ്റപ്പെടുത്തലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് നിങ്ങളുടെ മരുമക്കൾ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ അവർ ഈ വീട്ടില് 3 അടുക്കള ഉണ്ടാക്കാനും മതി. നോ, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ആരോടും ചോദിച്ചിട്ടൊന്നും അല്ല. അത് താനെങ്ങ് സംഭവിക്കുന്നതല്ലേ. നിങ്ങളുടെ മരുമക്കളും ഭാര്യമാരും ശിവയുമായി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നത് സ്വാഭാവികം. അവർക്ക് ശിവ ഇവിടെ നിൽക്കുന്നതിനോട് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ വിഴുങ്ങാസിയാന്ന് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? നിങ്ങളുടെ മരുമക്കളെയും ഭാര്യമാരെയും മാറ്റി താമസിപ്പിക്കണം, എത്രയും പെട്ടെന്ന്. ശിവ പറയുന്നത് കേട്ടിട്ടാണോ നീ ഇത് ആവർത്തിക്കുന്നത്? അയ്യോ അല്ല, എല്ലാ കാലവും നിങ്ങളുടെ ചിറകിനടിയിൽ അവരെ താമസിപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാ. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, ആഗ്രഹമുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കല്ലേ. അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനും ഞാൻ തടസ്സം നിന്നിട്ടില്ല. എന്നിട്ടെന്തേ നിങ്ങളുടെ 3 മരുമക്കളിൽ ആർക്കും ഒരു കുഞ്ഞിക്കാല് ജനിക്കാണ്ട് പോയത്? അതവര് സ്വയം വേണ്ടെന്ന് വെച്ചതാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഒരു കുഞ്ഞും കുടുംബമൊക്കെ കല്യാണം കഴിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. നിങ്ങൾക്കൊരു പക്ഷെ അതില്ലായിരിക്കും. അവരുടേതായ ഒരു ജീവിത പരിസരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കല്ലേ. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കി ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈ കാഴ്ച ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഭക്ഷണം ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. അതെ, പട്ടിണി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക്
എനിക്ക് വിശന്ന ഞാൻ കഴിക്കും. അമ്പടി ഭയങ്കരി കള്ളിയാ നീ, പേരും കള്ളി. എന്തായാലും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് എല്ലാരും മനസ്സിലാക്കി. ആ ജ്യോതി ഇരിക്കുക. എന്താ ഞാൻ സാരമില്ല. ഓക്കെ, നീ ഞാൻ പിടിക്കണോ? എന്താ കഴിക്ക. ജ്യോതി, എത്രയും പെട്ടെന്ന് എനിക്കൊരു വക്കീലിനെ കാണണം. ഉടനെ തന്നെ ഡിവോഴ്സ് കേസ് കൊടുത്തേ പറ്റൂ. ഇനി ഈ ഭാരം താങ്ങാൻ എനിക്ക് വയ്യ. അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ഇപ്പൊ ഞാൻ തിരിച്ചാ ചിന്തിക്കുന്നത്. ഇത്രയും ക്രൂരത നിറഞ്ഞ ഒരു മനുഷ്യന് ഭാര്യയായിരുന്നു എന്ന് പറയുന്നത് തന്നെ അപമാനോ? ഭാര്യ എന്ന നിയമപരമായ അവകാശം വെച്ച് അയാൾ എന്നെ കാണാൻ ശ്രമിക്കും. അതിന് വയ്യ. അതുകൊണ്ട് ഡിവോഴ്സ് കേസ് കൊടുത്തേ പറ്റൂ. നീ വിഷമിക്കേണ്ട സൂര്യ. നമുക്ക് ഉടനെ നല്ലൊരു വക്കീലിനെ കാണാം. ജോയിന്റ് പെറ്റീഷൻ തന്നെ കൊടുക്കണം. അതിന് നിന്റെ ഏട്ടൻ സമ്മതിക്കണ്ടേ? അവനോട് ആര് സംസാരിക്കും? ഞാൻ സംസാരിച്ചോളാം. എനിക്കറിയാം അയാളെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന്. അത് ഞാൻ ചെയ്തോളാം. എനിക്ക് വേറൊരു സംശയമുണ്ട് ചിത്രൻ. എന്ത് സംശയം? ശിവ മായയെ കള്ളിയെന്ന ബഹളത്തിനിടയിൽ വിളിച്ചില്ലേ? അതിനകത്ത് എന്തെങ്കിലും ഒരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? അതോ ശിവ വെറുതെ വിളിച്ചതാണോ? അതെന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? മായ അല്പം മുമ്പ് എന്നോടൊന്ന് കോർക്കാൻ വന്നായിരുന്നു. ഞാനപ്പോ അവളോട് ഇക്കാര്യം ചോദിച്ചു. അന്നേരം അവളുടെ മുഖത്തൊരു പതർച്ച ഞാൻ കണ്ടായിരുന്നു. അവൾ എന്തോ ഒളിക്കുന്നുണ്ടെന്ന സംശയം അന്നേരം മുതൽ എനിക്ക് തോന്നിയതാ. എനിക്കറിയില്ല ജ്യോതി. മായച്ച് പലപ്പോഴും ചില ഫോൺ കോളുകളിൽ അധിക സമയം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. നോക്കാം. നിങ്ങൾ കഴിക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിലേ DKക്ക് ഉറക്കം വരത്തില്ല. ശരി ശരി. പാവം, മനസ്സ് നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നിട്ടും DK അവളെ മാത്രം മനസ്സിലാക്കുന്നില്ല. ഇതിനകത്തൊന്നുമില്ല. ശബ്ദം ഉണ്ടാക്കല്ലേ, ആരെങ്കിലും എഴുന്നേറ്റ് വരും. അയ്യോ, എനിക്ക് വിശക്കുന്നു മായച്ചി. നോക്ക് നോക്ക് നോക്ക്. ഒന്നുമില്ലേ? ഇതിലൊന്നും ഇല്ല. ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. നമ്മൾ ആരും കഴിച്ചതുമില്ല. പിന്നെ അതൊക്കെ എന്ത് ചെയ്തു മായച്ചി? ബാക്കിയുള്ളതൊക്കെ അവൾ എടുത്ത് കളഞ്ഞു കാണും. ഇത് വല്ലാത്തൊരു ചെയ്തായി പോയി മായച്ചി. ഇനിയിപ്പോ നമ്മൾ എന്നെ വിശന്നിട്ട് കുടല് കരിയും. അയ്യോ, ഒന്ന് പതുക്കെ പറഞ്ഞാരേ. എന്റെ അവസ്ഥ അത് തന്നെയാ. ആ ചിത്രം വിളിച്ചപ്പോ കൂടെ വന്ന് കഴിച്ചാ മതിയായിരുന്നു. നീ അവിടെയൊക്കെ ഒന്നുകൂടെ നോക്കി പോ.
മായച്ചി 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 നോക്ക. അയ്യോ താകപ്പാടെ ഇത്രയേ ഉള്ളു മായച്ചി. ഒരാൾക്ക് പോലും തികയില്ല. അയ്യോ കറിയുമില്ലല്ലോ. വിശപ്പ് തന്നെ ഏറ്റവും വലിയ കറിയാണ്. പച്ചച്ചോറെങ്കിൽ പച്ചച്ചോറ്. പ്ലേറ്റ് വേണ്ടേ? പിന്നെ വേറൊരു പാത്രം എടുക്കാൻ സദ്യയല്ലേ ഇത്. വേഗം ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. ഇരിക്ക്. ഇരിക്കിരിക്ക്. എന്തുണ്ട് മരുമക്കളെ, സുഖല്ലേ? ശോ, നിങ്ങൾ ആ പട്ടിയെ പട്ടിണിയാക്കിയല്ലോ. നാളെ റോക്കിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ചോറാ. അയ്യോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ വീരവാദം. എന്തൊക്കെയായിരുന്നു രണ്ടുപേരും കൂടി. ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡിയാത്ര. എന്നിട്ടിപ്പ എന്തായി? അവസാനം ദേ പട്ടിക്ക് വെച്ചിരുന്ന ചോറ് വാരി തിന്നുന്നു. എടി, നിന്നെ പോലെയൊക്കെ അഹങ്കരിക്കുന്നവൾമാർക്ക് ഇതാണ് അതിനുള്ള മറുപടി. നിന്റെയൊക്കെ കളി ഈ ജ്യോതിയോടോ? എനിക്കറിയായിരുന്നു നീയൊക്കെ വിശന്ന് കൊടല് കരിഞ്ഞ് പാതിരാത്രി തലയിൽ കൂടെ മുണ്ടു കെട്ടി ഇങ്ങോട്ട് വരുന്നു. ഇരിക്കടവിടെ. കഴിച്ചിട്ട് പോയാ മതി രണ്ടും. ബാക്കി എങ്ങാനും വച്ച എന്റെ സ്വഭാവം മാറു പറഞ്ഞേക്കാം. കഴിക്ക. DK, സംഭവിച്ചതൊന്നും മനഃപൂർവ്വമല്ലെന്ന് DKക്ക് അറിയാമല്ലോ. DK ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ വീടിങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. DK തന്ന വാത്സല്യം, ഞങ്ങളോട് കാണിച്ച സ്നേഹം, കരുതൽ, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. DK പോലൊരാളുടെ മരുമകളാകാൻ ആരും ആഗ്രഹിക്കും. അത് ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. DKയുടെ ശാസനകൾ ഞങ്ങൾക്കുള്ള ഓരോ പാഠങ്ങളായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ബുദ്ധിയില്ലായ്മ കൊണ്ട് DKയുടെ ആൺമക്കൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ DK അവരോട് ക്ഷമിക്കണം.
നെഞ്ചിൽ കടാര കുത്തിയിറക്കിയിട്ട് ചോര വരുമെന്ന് കരുതിയില്ലെന്ന് പറയുന്ന പോലെ മായ ഇപ്പൊ ഇത് പറയുന്നത്. എന്റെ ജീവിതം പോയാലും ഈ കുടുംബം ഒന്നിച്ചുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം അമരാവതിയുടെ മുകളിലേക്ക് വളർന്ന് ഇപ്പൊ അത് ഈ വീടിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലെത്തി. മുറിവേറ്റ മനസ്സാ ശിവയുടേത്. ചെറിയൊരു പ്രശ്നം മതി, ആ മുറിവ് അവനെ തന്നെ ഇല്ലാതാക്കും. മായ ഈ വീട്ടിൽ വന്ന അന്നു മുതൽ നിന്റെ വാക്കുകൾക്ക് എല്ലാവരും ഒരു സ്ഥാനം കൽപ്പിച്ചിരുന്നു. നീ തന്നെ അതിപ്പോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്തിന്? മായേ, എന്റെ അനിയന്റെ ജീവിതം എനിക്ക് വിലപ്പെട്ടതാണ്. അവനെ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതിനിടയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവരുത്.